Indian Railway has ever had, who has retired recently. One of them is, of course, Mr. Sridharan, who lives here. But another person is one Mr. Alok Verma. He retired as Chief Engineer of the Railways. I have known him for the last more than 10 years. He worked tirelessly on the Kashmir rail link, and where he exposed many flaws of that particular project, because of which that project is just going on consuming money. Already about 30,000 crores have been spent on that project, and it is nowhere near completion. After discussing with him, I have come to realize that this project is going to break the backbone of Kerala. It's going to become a financial albatross and a white elephant around the neck of Kerala, which the people of Kerala will continue to pay for decades altogether. The reason why I say this is this. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട് നിങ്ങളോട് ഒത്തുചേരുന്നതിന്. 374 ദിവസം തുടർച്ചയായി നടന്നു വരുന്ന ഈ സമരത്തിൽ, സത്യാഗ്രഹ സമരത്തിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനമുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന്, എന്നെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ വളരെയധികം പ്രകീർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിനൊക്കെ താൻ അർഹനാണോ എന്ന് സംശയമുണ്ട്. മറ്റൊന്ന്, അങ്ങനെയുള്ള പ്രശംസകൾ, മുദ്രാവാക്യം വിളികൾ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേരിലും ആകരുത്, ആവശ്യമില്ല, അത് അനാവശ്യമാണ് എന്ന് വ്യക്തിപൂജ തീർത്തും ഒഴിവാക്കേണ്ട കാലമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അത് ഇന്നത്തെ ആവശ്യമേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൃത്യമായ വീക്ഷണം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു പദ്ധതി, ബൃഹത് പദ്ധതി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒന്ന് നമ്മൾ വിഭാവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മെ സഹായിക്കാവുന്ന 2 വ്യക്തികളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നമ്മുടെ തന്നെ റിട്ടയർ ചെയ്ത ഇ ശ്രീധരൻ, കേരളക്കാരനായ ഇ ശ്രീധരൻ. മറ്റൊന്ന്, റെയിൽവേയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന അലോക് വർമ്മ. ആയിരക്കണക്കിന് കോടി ചെലവഴിച്ച് ഇന്നും നാടിന് ബാധ്യതയായി നിൽക്കുന്ന പ്രോജക്റ്റുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇതുപോലെ കേരളത്തിലെ മനുഷ്യരുടെ കഴുത്തിലെ കുടുക്കായി മാറുന്ന ഒരു വെള്ളാനയെ ഇവിടെ സ്ഥാപിക്കാൻ ഈ സർക്കാർ തുടങ്ങുന്നത്. So this project, this Silver Line project, is meant to be a high-speed line from Kasaragod to Trivandrum. It will be a standalone. It is conceived as a standalone line which will have a completely new alignment and different from the alignment of the normal rail line from Kasaragod to Trivandrum. And it will involve several tunnels, several bridges, and cutting through this very fragile mountainous terrain of Kerala. And at the first instance, and it will involve acquisition of more than 1,000 hectares of new land for this line. It will first destroy the ecosystem. We all know that Kerala is prone to a lot of floods, etc., landslides, floods and so on. And with this new cutting, tunneling and building of bridges that will be involved in building this line, it will be a huge crisis for the ecosystem of Kerala. ഈ പറയുന്ന പ്രോജക്റ്റ്
കേരളത്തിന്റെ കാസർഗോഡ് മുതൽ വടക്ക് നിന്ന് തെക്കേ അറ്റം വരെ കേരളത്തെ രണ്ടായി നെടുകെ മുറിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് മറ്റ് ഏതെങ്കിലും റെയിൽവേ ലൈനുകളുമായിട്ട് ബന്ധമില്ലാതെ വേറിട്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതായത് ഇതിനെ മറ്റൊരു റെയിലുമായി കൂട്ടിയിണക്കാൻ കഴിയില്ല. ഇത് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്ന മറ്റൊരു തരം. അങ്ങനെ നിൽക്കുന്ന ഈ പ്രോജക്റ്റിന് വേണ്ടി എത്രയോ അനവധി ടണലുകള്, അനവധി പാലങ്ങള് എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇത് പർവ്വതങ്ങളും അതുപോലെ നീർത്തടങ്ങളും ഒക്കെയുള്ള ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രകൃതിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ ചില്ലറയല്ല. There is absolutely no reason why, even if this project were to be made, there is absolutely no reason why it should be built on standard gauge and not on broad gauge, on which all the other railway lines of India run. Because if it was built on broad gauge, at least the trains that run on this particular line can be taken to other parts of the country also. But now it will be a stand-alone line which will be restricted only from Kasaragod to Trivandrum. And the cost of this particular line is today projected as 75,000 crores by the government, but some authorities and some agencies like Niti Aayog are saying that it will cost well over 1 lakh crores. 1 lakh crores for a 500 kilometer stand-alone line to run even a high-speed railway, I can tell you, is totally financially unviable, which will mean that eventually the people of Kerala will be made to bear the cost of this project, and ultimately, because the railway stations of this project will be far away from the cities, far away from the towns, ultimately only a few very well-to-do people will be able to travel on this line, and it is not going to serve the common people of Kerala. ഈ വേറിട്ട് മാറി നിൽക്കുന്ന ഈ ലൈനിനെ കുറിച്ച് കൃത്യമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറഞ്ഞ് നാരോ ഗേജുമല്ല ബ്രോഡ് ഗേജുമല്ലാത്ത ഒരു പ്രത്യേക തരമാണ്. ഇതിനെ മറ്റൊരു പാളവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതിനർത്ഥം എന്താണ്? ഈ 400-500 കിലോമീറ്റർ എന്നുള്ള ഈ ഒരു ലൈനും അതിലോടുന്ന വണ്ടിയും വേറൊരു വഴിക്കും തിരിച്ചുവിടാനും പറ്റില്ല. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ബ്രോഡ് ഗേജുമായി ഇതിനെ ബന്ധിപ്പിക്കാനും കഴിയില്ല. ഇതിന് ചെലവാകുന്ന തുകയോ ഇപ്പോ പറയുന്നത് 75,000 കോടി എന്നാണ്. പക്ഷേ നീതി ആയോഗ് പോലെയുള്ള ചില സംസ്ഥകൾ പറയുന്നുണ്ട് ഇതിന് 1 ലക്ഷം കോടിയിലധികം ചെലവാകുന്നുണ്ട്. ഈ 1 ലക്ഷം കോടിയിലധികം ചെലവാകുന്ന ഈ ലൈനില് വരുന്ന റെയിൽവേ സ്റ്റേഷനുകള് നഗരങ്ങളിൽ നിന്നൊക്കെ അകന്നിട്ടാണ്. അതായത് സാധാരണ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലൈൻ അല്ല ഇത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ ഒരു പരാധീനത സൃഷ്ടിക്കുന്ന, കൃത്യമായ യാത്രാ സൗകര്യം സൃഷ്ടിക്കാത്ത ഒരു പദ്ധതിയാണ്. This line will become like the proposed Ahmedabad-Mumbai bullet train line, which is supposed to cost 1.5 lakh crores. Now, you can calculate it any way that you want. At that price, even if you assume that the cost of your interest on that money is going to be only 6-7%. You see, sometimes these people say that for this line as well as the bullet train line, we are getting a soft loan from Japan, where the interest rate is virtually zero. That is an illusion, because that loan will have to be repaid in the Japanese currency, which is yen.
And because there is zero inflation in Japan and there is at least 7-8% inflation in India, therefore the price of the yen appreciates by at least 7-8% every year against the rupee. And therefore eventually we will be paying an interest of at least 7-8% on this loan that is going to be given by the Japanese government to us. Therefore, to believe that this is going to be a free loan or interest-free loan, etc., is complete nonsense. ഇത് അദ്ദേഹം മറ്റൊരു പ്രോജക്റ്റ് റെയിൽവേ ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്റ്റുമായിട്ട് താരതമ്യം ചെയ്യാണ്. മുംബൈ അഹമ്മദാബാദ് ലൈൻ. അതുപോലെ ഇതും ഒരു വലിയ പരാജയം തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു പരാജയമായിരിക്കും. എന്നാൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിന് പലിശ കൊടുക്കണ്ട, സോഫ്റ്റ് ലോൺ ആണ് എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അതിന്റെ ഒരു രഹസ്യം അദ്ദേഹം പറയാണ്. ശരിയാണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നോക്കുമ്പോൾ വാങ്ങിയ അത്രയും യെൻ, അതാണ് ജാപ്പനീസ് നാണയം, ആ യെന്നിലാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അവിടെ ഒരു വലിയ സംഗതി കിടപ്പുണ്ട് അതിന്റെ പിന്നിൽ. എന്താണ്? ജപ്പാനില് നാണയപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നൊന്നും ഇല്ല. ഇന്ത്യയിലോ വർഷാവർഷം 8-10% നാണയപ്പെരുപ്പമുള്ള രാജ്യമാണ്. നമ്മൾ യെൻ ആക്കുമ്പോ ഇന്ന് 1000 രൂപ നമ്മൾ കൊടുക്കുന്നത് നാളെ 1000-ന് 1800 നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ കൊടുക്കുന്നത് ഓരോ വർഷവും ഈ 8%-10% ആ കറൻസി എക്സ്ചേഞ്ചിന്റെ റേറ്റ് വെച്ച് തന്നെ വരും. ഈ വർധന ഓരോ വർഷവും, ഓർമ്മ വേണം, ഓരോ വർഷവും 8% മുതൽ 10% വരെ ഈ കടം തിരിച്ചടവില് ഈ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊരു സോഫ്റ്റ് ലോൺ ആണെന്നും ഇതിന് വളരെ പരിമിതമാണ്, ഇതിന് യാതൊരുവിധ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട എന്ന് പറയുന്നത് വലിയ ഒരു അബദ്ധമാണ്, കളവാണ്. Eventually, this is going to lead to if this money which is going to be spent on this rail line, this high-speed rail line from Kasaragod to Trivandrum, or the rail line, the bullet train line from Ahmedabad to Mumbai, if that money is going to have to be paid by the Indian Railway, then the Indian Railway will become totally bankrupt, just as Air India has become bankrupt today. Today, Air India has accumulated debt of almost 60,000 crores, and it is being sold to the Tatas for 18,000 crores, with the government of India having to bear the burden, and the people of India who will have to bear the burden of the remaining 42,000 crores. The same thing is going to happen to the railways if so much money is going to be spent on just 2 lines which are each 500-600 kilometers long. I remember a speech. I have seen that video of Mr. Modi's speech about 8 years ago, just before he became the Prime Minister. And he says in that speech, I just spoke to Manmohan Singh ji, who was the Prime Minister, and I told him that we need to do something big in this country to show that India can also do big things. And therefore I told him that we will let us make a bullet train. I know that nobody is going to sit in that bullet train, but we will be able to show to the world that we have been able to do something big. Is this how lakhs of crores of public money is going to be wasted in a poor country like India just to show? സത്യത്തില് ഈ എടുക്കുന്ന കടം മുഴുവൻ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഇന്ത്യൻ റെയിൽവേസിന് കൊടുക്കുകയാണെന്ന് സങ്കല്പിക്കുക.
അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ കാലത്തിനകം ഇന്ത്യൻ റെയിൽവേസ് കുത്തുപാള എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര വലിയ സാമ്പത്തിക പരാധീനത അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അഹമ്മദാബാദ് മുംബൈ ലൈനും 500 കിലോമീറ്ററിനടുത്ത് വരും. ഇവിടുത്തെയും ഈ സിൽവർ ലൈനും, ഇത് രണ്ടും കൂടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം. ഇതങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം ഓർക്കുകയാണ്, മൻമോഹൻ സിംഗിനോട് ഇലക്ഷനൊക്കെ മുമ്പ്, പ്രധാനമന്ത്രിയാകുന്നതിനൊക്കെ മുമ്പ് ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മോദി പറഞ്ഞ ഒരു കഥ എന്താണ്? നമുക്ക് ഈ രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ സംഗതികൾ ചെയ്ത് കാണിക്കണം, ജനങ്ങളെ വലിയ വലിയ സംഗതികൾ ചെയ്ത് കാണിക്കണം. ഉദാഹരണത്തിന് ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇത് നമ്മൾ ഉണ്ടാക്കണം. സത്യമാണ്, എനിക്കറിയാം, അത് ആരും ഉപയോഗിക്കാൻ പോണില്ല, അതിൽ ആരും യാത്ര ചെയ്യാൻ പോണില്ല. പക്ഷേ നമ്മൾ അങ്ങനെ വലിയ പലതും ഉണ്ടാക്കി കാണിക്കണം, ഷോ ചെയ്യണം എന്ന്. ഒരു ഷോമാനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ കോടികള് ചെലവാക്കുന്നതാണോ നമുക്ക് ആവശ്യം? And this high-speed train is supposed to be run at about 200 kilometers an hour. This is at least what they are saying. The Indian Railways had done a survey. Mr. Alok Verma, who is one of the world's leading authorities on train track, he had given a very detailed study paper where he had shown that you can upgrade the existing lines, the existing broad gauge line across Kerala, and upgrade it to run trains on this at 160 kilometers an hour at a very minimal cost of just 10 crores per kilometer. You see, this line, 500 kilometers and 1 lakh crores means 200 crores per kilometer. Instead of that, if you were spending only 10 to 15 crores per kilometer, you can upgrade the existing line to run trains at 160 kilometers an hour, which is good enough for most people of Kerala, who will still be able to reach from Kasaragod to Trivandrum in less than 5 hours or 4 hours or whatever. ഒരു സംഗതി അദ്ദേഹം മുൻപ് പറഞ്ഞത് കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. നമ്മുടെ മുകളിൽ വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് എയർ ഇന്ത്യയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. 60,000 കോടി നഷ്ടത്തിൽ പോകുന്ന എയർ ഇന്ത്യ എങ്ങനെ ഇതുപോലെയൊക്കെ തന്നെ നഷ്ടത്തിൽ പോകുന്ന എയർ ഇന്ത്യ ഇന്ന് അവസാനം ടാറ്റയ്ക്ക് വിൽക്കുകയാണ്. സർ, ഐ വുഡ് ലൈക്ക് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് പാർട്ട് വിച്ച് ഐ മിസ്ഡ്. അത് 18,000 കോടിക്കാണ് വിൽക്കുന്നത്. 60,000 ബാധ്യതയുള്ളത് 18,000 കോടിക്ക്. ബാക്കി 42,000 കോടി നമ്മുടെ പെടലിലാണ്. അതുപോലെ ഈ 500 കിലോമീറ്ററിന്റെ ഇത് ഓടാൻ പോകുന്നത് എത്ര വേഗതയിലാണ്? 200 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഈ വേഗതയിൽ ഓടിക്കാൻ വേണ്ടി 1 കിലോമീറ്ററിന് 200 കോടിയാണ് ചെലവാകാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പഠനം നടത്തി വിശദമായ ഒരു പേപ്പർ പ്രസന്റ് ചെയ്തിരിക്കുന്ന റെയിൽവേയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന അലോക് വർമ്മ അതിനകത്ത് പറയുന്നുണ്ട്, ഇന്ന് കേരളത്തിലുള്ള ഈ ബ്രോഡ് ഗേജ് ലൈനിൽ തന്നെ വേണ്ട മാറ്റങ്ങൾ വരുത്തി വേണ്ട സംവിധാനങ്ങൾ പുനഃക്രമീകരണങ്ങളും നടത്തിയാൽ ഇവിടെ 160 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ ഓടിക്കാൻ കഴിയും. അതായത് 5 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കും. അതിന് വേണ്ടിവരുന്ന ചെലവ് എത്രയാണെന്ന് അറിയാമോ? കിലോമീറ്ററിന് വെറും 10 കോടി രൂപ. 200 കോടി രൂപ എവിടെ? 10 കോടി രൂപ എവിടെ? അപ്പൊ നമുക്ക് എന്താണ് ആവശ്യം? 200 കോടിയല്ല, 10 കോടിയാണ്. പക്ഷേ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നവരുടെ ആവശ്യം ആ 200 കോടി ചെലവാക്കുക എന്നുള്ളതാണ്.
the fact that the central government which controls the Indian Railways is not interested in the movement of passengers and is now only looking at the railways for profiteering from its land is clear from the recent proposal made by the government that they will be privatizing large chunks of the Indian railways. That means several routes will be privatized, which will mean that the land along those routes, considerable land is owned by the railways. In fact, after the Indian Army, railways is the largest landholder in the country, and there are a number of real estate sharks, real estate developers who are eyeing the land of the railways, that if they get access to this land, they can make huge profits out of the development or the redevelopment of their land, of that land for commercial purposes. And ultimately what will happen is with the plan to privatize the railways, that Indian government will be left with a lot of debt. For example, if they privatize this line, the high-speed rail line which they are planning to build for 1 lakh crores, obviously no private company is going to buy this route or this line for 1 lakh crores. Ultimately what will happen is what has happened with Air India. Air India bought a lot of these very fancy, very expensive planes called 787s, and at that time many people, including us, we had gone to court challenging that decision, saying that this is going to ruin Air India. This is going to financially ruin Air India, and this is exactly what happened. But, and the Indian government and the Indian people have been left to handle that 40,000 crores of debt which occurred on account of this completely foolish proposal to buy so many of these 787 expensive planes. Same thing is going to happen with this line. Eventually the people of the country or the people of Kerala will be left to bear this debt of 1 lakh crores, and this whole line will be handed virtually free of cost to some private developer, and even that developer is not going to run that line for the common people of Kerala. If at all it will be run for the very well-to-do people who will pay large sums of money to travel on this line. ഇന്ത്യൻ റെയിൽവേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും പ്രൈവറ്റൈസേഷൻ മാത്രമാണ്. സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിൽക്കലാണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം കാര്യമല്ല, എയർ ഇന്ത്യയുടെയും കണ്ടു നമ്മൾ. ഇവിടെ മിക്കവാറും എല്ലാം വിത്ത് കുത്തി കഴിക്കുന്ന ഒരു രീതിയാണ്. എല്ലാ സാധനങ്ങളും സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തുച്ഛമായ വിലയ്ക്ക് സർക്കാർ പ്രൈവറ്റ് പാർട്ടികൾക്ക് വിൽക്കുകയാണ്. ഈ റെയിൽവേ ലൈനും അധിക കാലം കഴിയുന്നതിന് മുമ്പ് പ്രൈവറ്റൈസ് ചെയ്തിരിക്കും. 47,000 കോടിയുടെ അധിക ബാധ്യത നമുക്കുണ്ടാക്കി തന്നുകൊണ്ട് എയർ ഇന്ത്യ എങ്ങനെയാണ് നഷ്ടത്തിലായത്? 787 ബോയിങ് 787 എന്ന് പറയുന്ന വിമാനം കണക്കിലധികം വാങ്ങിക്കൂട്ടുക ഉണ്ടായി. അന്ന് അദ്ദേഹം അടക്കമുള്ള പലരും കോർട്ടിനെ സമീപിച്ച് ഇത് വലിയ വിഡ്ഢിത്തമാണ്, നമ്മളെ പാപ്പരാക്കുന്ന തീരുമാനമാണെന്ന് പറഞ്ഞു. ആരും കേട്ടില്ല. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അനുഭവമാണ് നാളെ നമുക്ക് ഈ റെയിൽവേ ലൈൻ വഴി ഉണ്ടാകാൻ പോകുന്നത്. ഇതും വലിയ കാലത്തിനകം ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ 1 ലക്ഷം കോടിയുടെ നിർമ്മാണം നടത്തി ഉണ്ടാക്കുന്ന ഈ ലൈൻ തുച്ഛമായ വിലയ്ക്ക് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിക്ക് വിൽക്കും. ഇന്ന് ഇന്ത്യയിലെ ആർമി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവുടമ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ആ ഭൂമിയൊക്കെ ചില്ലിക്കാശിന് വല്ല സ്വകാര്യ വ്യക്തിയുടെയും കയ്യിലെത്തും. അവര് അവിടെ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനം നടത്തും, മറിച്ചു വിൽക്കും, പ്രതാപികളാകും, പണക്കാരാകും, കൂടുതൽ പണക്കാരാകും.
അന്ന് നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ ദരിദ്രരാകുകയാണ്. ഇതാണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. Some 12 or 13 years ago, when the Congress government was in power here and they were planning to build a similar high-speed rail line through Kerala, at that time I remember the CPM party, which is in power in Kerala today, had opposed that line. But today I am very shocked and greatly disappointed that this CPM government of Kerala is today supporting such a financially ruinous, ecologically ruinous line and project for Kerala. അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയാണ്, ഒരു സമയത്ത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ ഭരിച്ചിരുന്ന സമയത്ത് ഇതിന് സമാനമായിട്ട് ഒരു റെയിൽവേ ലൈനിന്റെ ഒരു പദ്ധതി വന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അന്ന് അതിനെ ഇതംഘർഷിക്കാന്തം എതിർത്തുകൊണ്ട് മുന്നിട്ട് വന്ന പാർട്ടിയാണ് ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് യാതൊരു ജാള്യതയുമില്ല ഇങ്ങനെയൊരു പ്രോജക്റ്റുമായിട്ട് നമ്മുടെ മുമ്പിൽ വരാൻ എന്നുള്ളത് എന്നെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നാളെ ഇവിടുത്തെ പര്യാവരണം, ഇവിടുത്തെ പ്രകൃതിയെയും ഇവിടുത്തെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ഒരേപോലെ തകർക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ ഇവർക്ക് കൈക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. So why is this government supporting such a project which will be ecologically, socially, financially ruinous for the state of Kerala, for the economy, for the ecology, everything? The only thing that I can think of is that after they have come to power, they feel that they will be the ones who will stand to profit from the contracts that are going to be given for the line as well as for the trains and the locomotives, etc. And they possibly feel that now the real estate developers, it seems that the main beneficiaries of this line will either be the people who are given contracts for building this line or contracts for the locomotives and the carriages, or which will all be imported, essentially imported, or they will be, the beneficiaries will be the real estate developers who I am told are already buying land on and around the railway stations which are planned for this line. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നിടത്തോളം ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് വരാനുള്ള ഒരേ ഒരു കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന കരാറുകള്, ഇതിന്റെ നിർമ്മാണ ജോലികള്, ഇതിന്റെ ബോഗികള്, ഇത് എല്ലാ സാധന സാമഗ്രികൾ, ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന കരാറുകളിൽ നിന്ന് ചില ധനലാഭം ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇതൊക്കെ പല കാര്യങ്ങളും ഓൾറെഡി ഇതിന്റെയൊക്കെ തീരുമാനങ്ങളായി കഴിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ സാധാരണക്കാരന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. റിയൽ എസ്റ്റേറ്റുകാർക്ക് വളരാനുള്ള അതിനുള്ള പദ്ധതി മാത്രമായി ഇത് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. So in conclusion, I wish to congratulate all of you for having so resolutely fought against this ruinous project, which is going to bring financial ruin to Kerala, ecological ruin to Kerala, and I wish you all the best in your struggle, and I will be there with you at every stage of this struggle. Thank you very much. അവസാനമായി അദ്ദേഹം നിങ്ങളോട്, നിങ്ങൾ ഇത്ര ഉറച്ച തീരുമാനത്തോടുകൂടി നാം ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഓരോ ഘട്ടത്തിലും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്, എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് ചെയ്തത്.